ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തെ പറ്റിയും പൊതുഫലങ്ങളെ പറ്റിയുമാണ്. അതായത് ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. അതുപോലെ ഇത് വളരെയേറെ അനുഗ്രഹങ്ങളുള്ള നാഗദൈവങ്ങളുടെയൊക്കെ വളരെ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ തരത്തിൽ ഉള്ള നന്മ വരുത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഈ ആയില്യക്കാരെന്ന് പറയുന്നത്. പണ്ടൊക്കെ പലരും പറയും ആയില്യക്കാർ അടുത്തുണ്ടെങ്കിൽ അയൽ നശിപ്പിക്കും. അത് ആയില്യക്കാർ ജനിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അയൽ വീട്ടുകാർക്കൊക്കെ വളരെയധികം വിഷമങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെ ഓരോ വിശ്വാസങ്ങൾ ഓരോ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെറും തെറ്റായ ഒരു ധാരണയാണ്. ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു ഭയമുള്ളവർ ആയില്യക്കാർ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ട്, അങ്ങനെ വിഷമതകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ടൈമിൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ, അതായത് അവരുടെ നിങ്ങളുടെയും വീടിൻ്റെ കോമൺ ആയിട്ടുള്ള പ്ലേസ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ മഞ്ഞമുള നട്ടുപിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അയൽക്കാർ അടുത്തുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ദോഷങ്ങളൊന്നും കഴിവതും ഇല്ല. സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ദോഷങ്ങളൊന്നും ഇല്ല, ഉയർച്ച മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. കാര്യം അയൽക്കാരെന്ന് പറയുന്നത് അവർ ഉയർച്ചയിലാണെന്നുണ്ടെങ്കിൽ, അവർ നല്ല ഹൈ ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്കും അയലത്തുള്ളവർക്കും അതിൻ്റേതായ ഉയർച്ചകൾ മാത്രമേ അവരിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. നേരെ മറിച്ച് ആയില്യക്കാർ അവർ അല്പം താഴ്ചയിലാണ്, അവർക്ക് മോശ ടൈം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് ഫലങ്ങളൊക്കെ വന്നെന്നിരിക്കും. അതിന് പ്രത്യേകിച്ച് കാര്യം എൻ്റെ അറിവ് പ്രകാരം ആയില്യക്കാർ അടുത്ത് വരുന്നത് കൊണ്ട് ഒരു ദോഷവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അവർ ഉയർച്ചയിലാണെന്നുണ്ടെങ്കിൽ അവർ നല്ല ഹൈ ലെവലിലാണ്, നമുക്കും അതിൻ്റേതായ ഉയർച്ചയാണ് ഉണ്ടാവുന്നതെന്നാണ് അനുഭവം വ്യക്തമാക്കുന്നത്. അതുപോലെ ആയില്യം നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തെപ്പറ്റി പറയാം. ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് വളരെ ഈ വിഷുവർഷം അവർക്ക് വളരെയേറെ അനുഗ്രഹങ്ങൾ ഭഗവാൻ കൊണ്ടു കൊടുക്കുന്ന ഒരു വർഷമായിരിക്കും. അതുപോലെ തന്നെ അല്പസ്വല്പം പ്രശ്നങ്ങളുണ്ട്, അതായത് ഗുണദോഷ സമ്മിശ്രം എന്ന് തന്നെ പറയാം. എന്നാലും അവർക്ക് ഗുണങ്ങളായിരിക്കും വളരെ കൂടുതൽ. അതായത് മത്സര പരീക്ഷയിലൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾ കുറേ കൂടെ ഒന്ന് ശ്രദ്ധിച്ച്, അതായത് ഇപ്പം UPSC അതുപോലുള്ള എക്സാംസ്, അതായത് PSC അതുപോലുള്ള എക്സാംസിന് അറ്റൻഡ് ചെയ്യാനിരിക്കുന്നവർ കുറേ കൂടെ നല്ലതായിട്ട് ഒന്നുകൂടെ ആ സബ്ജക്റ്റിനെ ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അതായത് വെറുതെ ഒന്ന് നോക്കി വിടാതെ അതിനെ പറ്റിയൊക്കെ ഒന്ന് ക്ലിയറായിട്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആയില്യക്കാർക്ക് ഈ വർഷം ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ 2-3 വർഷമായിട്ട് ഇവർക്ക് ശനിദോഷം വളരെയധികം ഇവരെ അലട്ടിയിരുന്നൊരു പ്രശ്നമായിരുന്നു. അതുമൂലമുള്ള പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. കുടുംബജീവിതത്തിൽ വളരെയധികം കലഹങ്ങളും പ്രശ്നങ്ങളും കടബാധ്യതകളും ഒക്കെ അനുഭവം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ഈ വിഷുവർഷം അവർക്കുണ്ടാകുന്നത്. കുടുംബത്തിൽ നല്ല സമാധാനവും ഐക്യവും സമാധാനകരമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇവർക്ക് ഉറപ്പായിട്ടും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങളെ കൊണ്ട് അതായത് ആയില്യം നക്ഷത്രക്കാരുടെ സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് വളരെയധികം അഭിമാനിക്കത്തക്ക പല ഗുണങ്ങളും ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവർക്കുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളിലായാലും നല്ല ഐക്യതയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം ഇനി മുന്നോട്ട് അവർ നയിച്ചു പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവരെപ്പറ്റി ആവശ്യമില്ലാതെ മറ്റുള്ളവർ പറയുന്നത്, അതായത് അപഖ്യാതികളൊക്കെ കേൾക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർ പ്രത്യേകം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വാഹനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ, അല്പം തട്ടുമുട്ടുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ ഇവർക്ക് നല്ല സമയം തന്നെയാണ്. ആരോഗ്യം വളരെയധികം ആരോഗ്യകരമായിട്ട് നല്ല ഒരു വർഷമായിരിക്കും. പിന്നെ അസുഖങ്ങളൊന്നും വലുതായിട്ട് ഇവരെ ഉപദ്രവിക്കത്തില്ല. അതുപോലെ തന്നെ പുതിയ വീടുകളൊക്കെ, അതായത് സർക്കാരിൻ്റെ സഹായത്താൽ തന്നെ വീടിനൊക്കെ അനുവദിച്ചവർക്ക് ഇത്രയും പെട്ടെന്ന് അതൊക്കെ അനുവദിച്ച് വീടൊക്കെ വയ്ക്കാനും
ഒക്കെ ഈ വർഷം തന്നെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ പുതിയ ജോലിയിൽ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആ ജോലി ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ജോലിയിൽ ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ ജോലിയിൽ സ്ഥലമാറ്റം, അതായത് ഇവരിപ്പം സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഇവർക്ക് ചിലപ്പോൾ യാദൃശ്യമായിട്ട് സ്ഥലമാറ്റം ഉടൻ തന്നെ ചിലപ്പം വരുന്നതായിരിക്കും. അത് ഇവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഒരിടത്ത് സെറ്റായിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറുന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നമ്മളെ ചിലപ്പോൾ അലട്ടിയെന്നിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് വിവാഹത്തിന് അത്ര ബെറ്റർ ടൈമല്ല. അതായത് ഒരു ധനുമാസം കഴിഞ്ഞതിന് ശേഷമൊക്കെ വിവാഹത്തിന് ബെറ്ററായിരിക്കും. ഇപ്പോൾ വിവാഹത്തിന് അത്ര ബെറ്ററായ ടൈമല്ല. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് നല്ല ടൈമാണ്. അത് ഉറപ്പായിട്ടും നടത്താവുന്നതാണ്. പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ബിസിനസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർക്ക് വൻ നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നഷ്ടം വരുമെന്നല്ല പറഞ്ഞത്, വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നവർ നമ്മളിപ്പം സ്ഥാനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങലൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ക്യാഷിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ലോണുകളൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. കാര്യം വലിയ എമൗണ്ടിലൊക്കെ ലോണുകളിലൊന്നും കഴിവതും എടുത്ത് തലയിൽ വയ്ക്കാതിരിക്കാൻ നോക്കുക. ചിലപ്പോൾ അതൊക്കെ തിരിച്ചടയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് വലിയ ലോണുകളൊന്നും എടുക്കാതിരിക്കാൻ നോക്കുക. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കാൻ നോക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും ഈ വർഷം. അതായത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഉയർച്ചയിലെത്താൻ ഇവർക്ക് ഉറപ്പായിട്ടും സാധിക്കും. പഠനകാര്യത്തിലൊക്കെ കുറേ കൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് ഈ വർഷത്തെ ദോഷങ്ങൾ കുറേ ദോഷങ്ങളുണ്ടല്ലോ, വാഹനങ്ങളുടെ ആ ദോഷം ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള അപ്പോൾ ആ ദോഷങ്ങൾ, അതായത് ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ജലധാരയോ അതല്ലെങ്കിൽ കരിക്കിൻ വെള്ളത്തിൽ ഭഗവാന് ധാര നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗണപതി ഹോമമൊക്കെ നടത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചാമുണ്ഡി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ പോയാൽ മതി. അതല്ലെങ്കിൽ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ നിങ്ങൾ വഴിപാടുകൾ നടത്തുക. അതായത് രക്തപുഷ്പാഞ്ജലിയോ അങ്ങനെ എന്തെങ്കിലും വഴിപാട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കാവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആയില്യം നാളിൽ പോയി വിളക്ക് വെക്കാൻ ശ്രദ്ധിക്കുക. നൂറും പാലും ഒക്കെ കൊടുക്കാനും അമ്പലം അടുത്തുണ്ടെങ്കിൽ അവിടെ ആയില്യ പൂജ നടത്തുകയോ നൂറും പാലും കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.